ഓണക്കാലത്തെ പ്രത്യേക ലഹരിവേട്ടയുടെ കണക്ക് പുറത്തുവിട്ട എക്സൈസ് ഒരു മാസം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 1475 കേസുകളാണ്. 1457 പേരെ അറസ്റ്റ് ചെയ്തു. 242 കിലോ കഞ്ചാവ് പിടികൂടി. 234 ഗ്രാം ഹെറോയിൻ, 44 ഗ്രാം ബ്രൌൺ ഷുഗർ, 1.5 കിലോ ഹാഷിഷ് ഓയിൽ എന്നിവയും പിടിച്ചെടുത്തു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, കണക്കുകൾ അങ്ങനെ പുറത്തു വരികയാണ്. ഇത് ഇത്തവണത്തെ കണക്ക് നമ്മൾ കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വലിയൊരു വർധനയുണ്ടാകുന്നുണ്ട് എന്ന തരത്തിലേക്കൊക്കെയാണോ കണക്കുകൾ, ഷഫീദ്? അനുജ, ആഘോഷവേളകളിൽ സംസ്ഥാനത്തേക്ക് ഒഴുകുന്ന ലഹരി അത് തടയാൻ, അത് നിയന്ത്രിക്കാൻ, ലഹരി സംഘങ്ങളുടെ വേരിറക്കാൻ എക്സൈസ് ഒരു പ്രത്യേക പരിശോധന അത് ഓഗസ്റ്റ് 7 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള ഓഗസ്റ്റ് 4 മുതൽ സെപ്റ്റംബർ 7 വരെയുള്ള കാലയളവിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവായി നടത്തിയിരുന്നു. അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ എക്സൈസ് പുറത്തുവിടുന്നത്. ഏതാണ്ട് 15,548 പരിശോധനകൾ ഇതിൻ്റെ ഭാഗമായി എക്സൈസ് നടത്തി. 906 സംയുക്ത പരിശോധനകളും എക്സൈസ് നടത്തിയിട്ടുണ്ട്. ഇതിൽ ലഹരി കേസുകളുടെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനമായും ഉള്ളത്. ലഹരി കേസുകളുടെ എണ്ണത്തിൽ, അതായത് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം 1457 ആണ്. 45 വാഹനങ്ങൾ, ലഹരിക്കടത്തിന് ഉപയോഗിച്ച 45 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഈ പിടിച്ചെടുത്ത വസ്തുക്കളുടെ വിവരങ്ങൾ 242 കിലോ കഞ്ചാവ്, 185 കഞ്ചാവ് ചെടികൾ, 234 ഗ്രാം ഹെറോയിൻ, 44 ഗ്രാം ബ്രൗൺ ഷുഗർ, 1.5 കിലോ ഹഷിഷ് ഓയിൽ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇക്കാലയളവിൽ പിഴയായി, അതായത് ഈ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പിഴയായി ഈടാക്കിയത് 21 ലക്ഷം രൂപയാണ്. നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്തെ ലഹരിയൊഴുക്ക് തടയുന്നതിൽ കാര്യമായിട്ടുള്ള ഇതുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസിന്റെ വിലയിരുത്തൽ. ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഈ പരിശോധനയിൽ പിടിക്കപ്പെട്ടിട്ടുള്ള സ്ഥിരം NDPS കേസ് പ്രതികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്സൈസിന്റെ നിരീക്ഷണം തുടരുമെന്നും എക്സൈസ് അറിയിച്ചിട്ടുണ്ട്. അനുജ, ഓണക്കാലത്തെ ലഹരിവേട്ടയുടെ കണക്കാണ് എക്സൈസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കാണ്. ഒരു മാസം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 1475 കേസുകൾ, അറസ്റ്റിലായവർ 1457 പേർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.